ഇന്ധനവില വർധനവിൽ വലഞ്ഞ മത്സ്യബന്ധന മേഖല ചെലവ് ഇരട്ടിയായതോടെ നഷ്ടങ്ങളുടെ കണക്കുമായാണ് പലരും തീരമണയുന്നത്. ഡീസലിനും മണ്ണെണ്ണയ്ക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സബ്സിഡി നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കടലിനൊപ്പം ചിലവുകളോടും പടവെട്ടേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിൽ പോയി ദിനരാത്രങ്ങൾ ചെലവഴിച്ചാലും തീരത്തണയുന്നത് നഷ്ടങ്ങളുടെ കണക്കുമായാണ്. പലരും മത്സ്യബന്ധന മേഖല തന്നെ ഉപേക്ഷിച്ചു. മറ്റു മാർഗങ്ങളില്ലാത്തവരാണ് നിവൃത്തിയോടുകൊണ്ട് വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നത്. ഇന്ധനവിലയാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത്. ഒരു ചെറിയ ബോട്ട് കടലിൽ പോകണമെങ്കിൽ 200-250 ലിറ്റർ ഡീസൽ, 300 ലിറ്റർ ഡീസൽ വേണം ഒരു ദിവസം പോകണമെങ്കിൽ. ഇപ്പോൾ ഏകദേശം 30,000 രൂപ ചിലവാണ്. 30,000 രൂപ ചിലവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡീസലിന്റെ വില വർധന കൊണ്ട് ആ ബോട്ടുകൾക്ക് മുതലാത്ത രൂപത്തിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ മേഖലയ്ക്ക് സബ്സിഡി വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പോയിട്ട് പല ബോട്ടുകളും കെട്ടിക്കിടക്കാണ്. നഷ്ടങ്ങളുടെ കണക്കുമായി ഇനി എത്ര നാൾ ഇങ്ങനെ തുടരാനാകുമെന്ന ചോദ്യമാണ് ബാക്കി. മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വൈപ്പിൻ, തോപ്പുംപടി ഹാർബർ കേന്ദ്രീകരിച്ച ഒരു സമര പരിപാടി ഈ അടുത്തന്നെ ഉണ്ടാവും. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ആരെങ്കിലും കേട്ടതിനൊരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സർക്കാരുകളുടെ കൈത്താങ്ങില്ലെങ്കിൽ മത്സ്യബന്ധന മേഖല തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പലരും. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.